നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ണുത്തി ഒല്ലൂക്കരയിൽ പ്രവർത്തിക്കുന്ന സത്യം ഐസ് ഫാക്ടറിയിൽ അമോണിയം വാതകം ചോർച്ച, ഒഴിവായത് വൻ ദുരന്തം. കുറഞ്ഞും കൂടിയും സ്വർണ്ണവില. തിങ്കളാഴ്ച രാവിലത്തെ വിലയിൽ നിന്ന് 9,840 രൂപ കുറഞ്ഞ സ്വർണ്ണവില വൈകിട്ടോടെ തിരിച്ചുകയറി. തൃക്കൂർ പഞ്ചായത്തിൽ ഏതു സമയത്തും നിലം പൊത്താറായ വീട്ടിൽ വയോധികയുടെ ദുരിത ജീവിതം. PMAY പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും സുരക്ഷിതമായ ഒരു വീട് ഇവർക്ക് സ്വപ്നമായി അവശേഷിക്കുന്നു. വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് സമ്മേളനം കോടാലിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണുത്തി ഒല്ലൂക്കരയിൽ പ്രവർത്തിക്കുന്ന സത്യം ഐസ് ഫാക്ടറിയിൽ അമോണിയം വാതകം ചോർച്ച, ഒഴിവായത് വൻ ദുരന്തം. തിങ്കളാഴ്ച രാവിലെ 8:45ഓടെയായിരുന്നു സംഭവം. അമോണിയം പൈപ്പിന്റെ വാൽവിനുണ്ടായ തകരാറാണ് ചോർച്ചയ്ക്ക് ഇടയാക്കിയത്. സംഭവ സമയം ക്ലീനിംഗ് സ്റ്റാഫുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വിവരമറിഞ്ഞ് തൃശൂരിൽ നിന്നും പുതുക്കാട് നിന്നുമുള്ള 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി വെള്ളമടിച്ച് നിർവീര്യമാക്കി. അപകടകാരിയായ അമോണിയം മനുഷ്യർക്ക് അലർജിയും മരണത്തിനും വരെ സാധ്യത ഏറെ ഉള്ളതാണ്. 25,000 ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കറിലാണ് അമോണിയം സംഭരിച്ചിരുന്നത്. ഫാക്ടറിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ജില്ലാ ഫയർ ഓഫീസർ B വൈശാഖും കോർപ്പറേഷൻ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാറും അഭിപ്രായപ്പെട്ടു. ഫാക്ടറിയിൽ ഓഡിറ്റിംഗ് നടത്താൻ നിർദ്ദേശിക്കുമെന്നും തൃശൂർ ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ B വൈശാഖ് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവിടെ കറണ്ട് പോയത് കൊണ്ട് തന്നെ ടാങ്കിലേക്ക് റിട്ടേൺ പോയിട്ടില്ലായിരുന്നു. അത് കാരണം ഇത് തിരിച്ചിപ്പോൾ കറണ്ട് പിടിച്ച് അതേ പോകുന്നു. ഇതിൻ്റെ പുറത്ത് ലീക്കേജ് ഉണ്ടായിട്ട് അതിന് ട്യൂബ് പോലെ ഫോം ചെയ്തു. അത് നമ്മൾ വാട്ടർ ജെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസ്പെറ്റ് ചെയ്ത് ലയിപ്പിച്ച് ഒഴുക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുവട്ടത്ത് ഇതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് വന്ന് നമ്മളെ ശ്ലേഷ്മ സ്ഥലങ്ങൾ കണ്ണിൻ്റെ സ്ഥലങ്ങളേക്കാൾ ബാധിക്കുന്നു. അതാണ് ഇതിനകത്ത്. അതുകൊണ്ടാണ് മാസ്ക് എടുത്ത് BS സെഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ആൾക്കാർ നമ്മൾ ജീവനക്കാർ മൊത്തം പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കൺട്രോളാണ്. കുറഞ്ഞും കൂടിയും സ്വർണ്ണവില. തിങ്കളാഴ്ച രാവിലെ വിലയിൽ നിന്ന് 9,840 രൂപ കുറഞ്ഞ സ്വർണ്ണവില വൈകിട്ടോടെ തിരിച്ചുകയറി. തിങ്കളാഴ്ച പകൽ 2 തവണയായി 1 പവൻ സ്വർണത്തിന് 9,840 രൂപയാണ് താഴ്ന്നത്. ഒരു ദിവസത്തെ വിലയിൽ സ്വർണത്തിന് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വില ഇടിവാണിത്. രാവിലെ പവൻ ഒറ്റയടിക്ക് 6,640 രൂപ കുറഞ്ഞു. ഉച്ചയ്ക്ക് സ്വർണ്ണവില പവന് വീണ്ടും 3,200 രൂപ കുറഞ്ഞ് 1,07,920 രൂപയായി. ഇതോടെ 1 ഗ്രാം സ്വർണ്ണവില 13,490 രൂപയുമായി. വൈകിട്ട് 1 ഗ്രാം സ്വർണത്തിന് 13,890 പവന് 1,11,120 രൂപയുമായി തിരിച്ചുകയറി. തുടർച്ചയായ കുതിപ്പിന് ശേഷം ഏതാനും ദിവസമായി സ്വർണ്ണവില കുറയുന്ന സാഹചര്യമായിരുന്നു. ഇതിനിടയിലാണ് തിങ്കളാഴ്ച വൻതോതിൽ ചാഞ്ചാട്ടം നടന്നത്. തകർന്ന വീടിന്റെ ശേഷിപ്പിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ വയോധികയായ റോസി അന്തി ഉറങ്ങുന്നത് ഭയത്തിന് താഴെയാണ്. PMAY പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും സുരക്ഷിതമായൊരു വീട് ഇവർക്ക് സ്വപ്നമായി അവശേഷിക്കുന്നു. തൃക്കൂർ പഞ്ചായത്ത് വാർഡ് 13-ൽ തനിച്ച് താമസിക്കുന്ന പുല്ലുപറമ്പിൽ പരേതനായ ആന്റണിയുടെ ഭാര്യ റോസിയാണ് തകർന്ന വീട്ടിൽ ഭീതിയോടെ കഴിയുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ഓടിട്ട വീട് ശക്തമായ കാറ്റിലും മഴയിലും പല തവണകളിലായി തകർന്ന് ഇപ്പോൾ തീർത്തും താമസയോഗ്യമല്ലാതായി. മാസങ്ങൾക്ക് മുൻപ് തൃക്കൂർ പഞ്ചായത്ത് അധികൃതർ ഈ വീട് താമസയോഗ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇവിടെ നിന്ന് മാറി താമസിക്കാൻ ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. നേരത്തെ പഞ്ചായത്തിലെ PMAY ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉപഭോക്തൃ ലിസ്റ്റിൽ 58 ക്രമനമ്പറായി റോസി ഉൾപ്പെട്ടിരുന്നതാണ്. എന്നാൽ 165 പേരുണ്ടായിരുന്ന ലിസ്റ്റിൽ എല്ലാവർക്കും പുതിയ വീട് ലഭിച്ചപ്പോൾ ഇവർക്ക് മാത്രം വീട് ലഭിച്ചില്ല. റോസിയുടെ തൊഴിൽ കാർഡ് പരിശോധിക്കുമ്പോൾ ഇവർക്ക് വീട് ലഭിച്ചു എന്നാണ് രേഖകളിൽ കാണിക്കുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഈ കാരണത്താലാണ് ഇവരെ ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്നും പറയുന്നു. വിവരങ്ങൾ കൃത്യമായി സമർപ്പിക്കാനും മറ്റും കാര്യപ്രാപ്തിയില്ലാത്ത റോസിക്ക് ഇക്കാര്യത്തിൽ വലിയ ധാരണയൊന്നുമില്ല. ഞാൻ താഴ്ത്ത് ഒരു വീട്ടിലാണ്. ഇവിടെ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇവിടെ കിടക്കുന്നുണ്ട്. ഇപ്പൊ എന്താ ചെക്കൻ കൂട്ടാക്കില്ല, അമ്മ ഇവിടെ കിടക്കണ്ട, എന്തെങ്കിലും വന്നു ഒരു പട്ടുകളി തിരിഞ്ഞു നോക്കാം, അങ്ങനെ ചെയ്യുന്നു. അപ്പൊ താഴ്ത്ത് പോയി കിടക്കും. എന്തെങ്കിലും വന്ന് പൊന്നെ പറഞ്ഞത് കേൾക്കാണ്ട അങ്ങനെ ഇങ്ങനെയെന്ന് പറയുള്ളൂ. അത് വീഴാറായി, പഴയ വീടല്ലേ. പിന്നെ പൊളിച്ച് മേയും അങ്ങനെ നിൽക്കും. പിന്നെ വയ്യാണ്ടായിപ്പോ പിന്നെ പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായി.
അവരെന്തിനു ഇതിപ്പോൾ നമുക്ക് ഒരാൾ കുറ്റം പറയാനുള്ള ഇതില്ല. അവർ തീരുമാനിക്കുന്ന പോലെയല്ലേ അങ്ങനെ എന്ന് പറയല്ലാണ്ട് വേറെ വിശേഷമായിട്ട് പറയാറില്ല. അപ്പം പെൺകുട്ടി പോയിട്ട് ഞാൻ ഇത് മോള് പോയൊക്കെ ചെയ്യാറുണ്ട്, എഴുതി കൊടുക്കാറൊക്കെ. ഏതു നിമിഷവും നിലം പൊത്താവുന്ന വീട്ടിൽ കഴിയുന്ന റോസിയുടെ ദുരിതാവസ്ഥ കണ്ട് വാർഡ് മെമ്പർ സൈമൺ നമ്പാടനാണ് ഇപ്പോൾ വിഷയം ഗൗരവത്തോടെ അധികൃതരുടെ മുന്നിൽ എത്തിക്കുന്നത്. PMAY ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ഇവർക്ക് വീട് ലഭിച്ചുവെന്ന് രേഖകളിൽ വരാനുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്നും എത്രയും വേഗം ഇവർക്ക് പുതിയ വീട് ലഭ്യമാക്കാൻ സാഹചര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് സൈമൺ നമ്പാടൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിഷയം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായും സൈമൺ നമ്പാടൻ പറഞ്ഞു. നമ്മുടെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലെ സ്ഥിരതാമസക്കാരിയാണ് റോസി ആൻ്റണി പുല്ലുപറമ്പിൽ ഹൗസ് പി എ കല്ലൂർ എന്നവർ. 13-ാം വാർഡിൽ മുസ്ലിം പള്ളി ദേശത്ത് സ്ഥിരതാമസക്കാരാണ്. ഇവർക്ക് പുതിയ വീടിനുള്ള അപേക്ഷ കഴിഞ്ഞ PMAY ലിസ്റ്റിൽ ആകെ 165 പേരാണ് ഉണ്ടായത്. അതിൽ 58ാമത്തെ പേരായിട്ട് ഇവരുടെ പേരുണ്ടായിരുന്നു. എന്നാൽ തന്നെ ആ 165 പേരിൽ ഇവർക്കൊഴികെ എല്ലാവർക്കും വീട് കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് 58ാമത്തെ പേരായിരുന്നു ഇവർക്ക് മാത്രം വീട് ലഭിച്ചിട്ടില്ല. കാരണമായി അധികാരികൾ പറയുന്നത് ഇവരുടെ തൊഴിൽ കാർഡ് പരിശോധിക്കുമ്പോൾ ഇവർക്ക് വീട് ലഭിച്ചു എന്നാണ് കാണിക്കണേ. ഇതുകൊണ്ടാണ് ഇവർക്ക് വീട് ലഭിക്കാത്ത എന്നൊരു കാരണമായി നമുക്ക് അധികാരികൾ പലരും നമ്മളോട് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാനോ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിക്കോ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഇവരുടെ അവസ്ഥ കണ്ട് നമുക്കറിയാം അത്രയും ശോചനീയമായി വീട് തകർന്ന അവസ്ഥയിലാണ്. അപ്പോൾ അവർക്ക് ആ പഴയ 58ാമത്തെ നമ്പറിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് ആ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. നാട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്ന് രാത്രി അന്തിയുറങ്ങാൻ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് പോകുന്ന റോസി പകൽ മുഴുവൻ ഏതു നിമിഷവും നിലം പൊത്താവുന്ന ഈ വീട്ടിൽ തന്നെയാണ് തലയ്ക്ക് മുകളിലെ അപകടം അവഗണിച്ച് പ്രതീക്ഷയോടെ കഴിയുന്നത്. ഇതൊരു വീടാണ്, അല്ലെങ്കിൽ വീടായിരുന്നു. മാസങ്ങൾക്ക് മുൻപേ ഈ വീട് വാസയോഗ്യമല്ലെന്നും ഇതിൽ താമസിക്കരുതെന്നും കാണിച്ച് തൃക്കൂർ പഞ്ചായത്ത് നോട്ടീസ് നൽകിയ ഈ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും പുല്ലുപറമ്പിൽ റോസി ആൻ്റണി എന്ന വയോധിക ഒറ്റയ്ക്ക് താമസിക്കുന്നത്. തീർത്തും ഭയാനകമായ ഭീതി നിറയ്ക്കുന്ന രീതിയിലാണ് ഈ വീടിനകം നമ്മൾ കയറി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. നേരത്തെ PMAY ലിസ്റ്റിൽ ഇവർ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും ഇവർക്ക് വീട് ലഭിച്ചു എന്നാണ് രേഖകളിൽ കാണിക്കുന്നത് എന്നാണ് അധികൃതർ പറയുന്നത്. എങ്കിൽ അവർക്ക് ലഭിച്ച ആ വീട് എവിടെ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ഏതായാലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായ മറുപടിയും നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ജനകീയ സംരക്ഷണ സമിതി വേലുപ്പാടം കിണർ യൂണിറ്റ് സമ്മേളനം പ്രസിഡന്റ് ശിവദാസൻ തൂയത്ത് ഉദ്ഘാടനം ചെയ്തു. ജോസ് തട്ടേൽ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ആൻസി തോമസ്, KK ശാന്ത, സൂപ്പി, ഷിഹാബ് പെരുവാൻകുഴിയിൽ, KC സുരേഷ്, മുഹമ്മദ് കൊമ്പത്തിൽ, സുധി പാലപ്പിള്ളി, ഹംസ കളപ്പാടൻ, റഷീദ് കാരിക്കുളം എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ജോസ് തട്ടേൽ, സെക്രട്ടറി KK ശാന്ത, ട്രഷററായി KC സുരേഷ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. ഇഞ്ചക്കുണ്ട് ലൂർദ്പുരം ഗവൺമെന്റ് UP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് കളി ഉത്സവം സംഘടിപ്പിച്ചു. സംസ്ഥാന കലോത്സവ വേദികളിൽ നിറസാന്നിധ്യമായ മിമിക്രി കലാകാരി നയന മണികണ്ഠൻ കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷാജി തോമസ് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക റിൻസി ജോൺ, PP പീതാംബരൻ, CV സിന്ധു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു. തൃക്കൂർ പഞ്ചായത്ത് 18-ാം വാർഡ് ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗവും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ സന്ദീപ് കണിയത്ത് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സംഗീത ദിവാകരൻ, A നാരായണൻകുട്ടി, CV ഷംസുദ്ദീൻ, ഷാജു അറങ്ങാശ്ശേരി, റസീന എന്നിവർ പ്രസംഗിച്ചു. വായനാശീലം വളർത്താൻ നമുക്ക് വായനശാല വളർത്തുന്നതിന്റെ ഭാഗമായി നമ്മുടെ മന്ന വായനശാല കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് മെമ്പർഷിപ്പ് നമുക്ക് കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്ക് ഇരിക്കുന്ന ആരുടെ മക്കൾക്കും ആ കുട്ടികളുടെ വായനാശീലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വായനശാലയിൽ നമ്മുടെ മെമ്പർഷിപ്പ് ഒരു 50 കുട്ടികൾ കൊടുത്ത് ഒരു 10 കുട്ടികൾ വായിക്കാൻ തയ്യാറായാൽ അത് ഒരു പക്ഷേ നമുക്ക് വലിയൊരു കാര്യം.
വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി. ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന, കൊടിയേറ്റം എന്നീ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസ് കിടങ്ങൻ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സോണി കിഴക്കൂടൻ, ജനറൽ കൺവീനർ റോബിൻ കൊന്നാനിക്കാട്ട്, ജോയിന്റ് കൺവീനർ ലിജി പ്ലാമൂട്ടിൽ, ട്രസ്റ്റിമാരായ വർഗീസ് റോക്കി മഴുവഞ്ചേരി, ജോൺസൺ ചുങ്കൻ, ജോർജ് കൊടവരക്കാരൻ, ബിൻസി ജെയ്സൺ ചെങ്ങാലിക്കുന്നേൽ എന്നിവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 7, 8, 9 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. 5 വർഷ കാലാവധി കഴിഞ്ഞ സർവീസ് പെൻഷൻ പരിഷ്കരിക്കുന്നതിനും കുടിശ്ശിക തീർപ്പാക്കുന്നതിനും ബജറ്റ് പ്രഖ്യാപനം നടത്തിയ സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടി പ്രത്യാശ നൽകുന്നുവെന്നും കാലവിളംബം കൂടാതെ നടപ്പാക്കണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. കോടാലി ധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, TA വേലായുധൻ, K സുകുമാരൻ, IR ബാലകൃഷ്ണൻ, MK ബാബു, K നന്ദകുമാർ, P വേണുഗോപാലൻ, VV വനജ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും സാന്ത്വനം ചികിത്സാ ധനസഹായ വിതരണവും ഹെൽപ്പ് ഏജ് ഇന്ത്യ എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സാക്ഷരതാ ക്ലാസും സംഘടിപ്പിച്ചു. ആരതി P മാണി നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികളായി T ബാലകൃഷ്ണ മേനോനെ പ്രസിഡന്റായും MK ബാബു സെക്രട്ടറിയായും IR ബാലകൃഷ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഈ മോർഗൻ സ്റ്റാൻലിയുടെ ന്യൂയോർക്ക് ആസ്ഥാനമായ മോർഗൻ സ്റ്റാൻലിയുടെ CEO നാരായൺ രാമചന്ദ്രൻ അധ്യക്ഷനായി 9 മാസത്തിനകം നിർദ്ദേശം സമർപ്പിക്കുക. എന്താണ് ഇതിന്റെ സമാനതയുള്ളത്? സാർവദേശീയ തലത്തിൽ നേരത്തെ സൂചിപ്പിച്ച ആ പെൻഷൻ അലയൻസ് എന്ന് പറയുന്ന ഗ്ലോബൽ പെൻഷൻ അലയൻസ് ഉണ്ടല്ലോ, വേൾഡ് പെൻഷൻ അലയൻസ്. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് തൃശൂർ ജില്ലാതല മത്സരത്തിൽ പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം നേടി. സ്കൂളിലെ PR അമൻ ശങ്കർ, PL ജോസ്വിൻ എന്നിവരാണ് 1ാം സ്ഥാനം നേടിയത്. മുള്ളൂർക്കര മണ്ഡലം കുന്നിൽ ഒരുമിച്ച് താമസിച്ചു വന്നിരുന്ന 3 സഹോദരിമാരുടെ ജീവിതം ഒടുവിൽ മരണത്തിലും ഒന്നിച്ചു. വിഷം കഴിച്ച് ചികിത്സയിലായിരുന്ന 3ാമത്തെ സഹോദരി ജാനകിയും ഇന്ന് പുലർച്ചെ അന്തരിച്ചു. വെള്ളിയാഴ്ചയാണ് 80-കാരിയായ ജാനകി ഉൾപ്പെടെ 3 സഹോദരിമാരെ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയത്. അന്നുതന്നെ ഇളയ സഹോദരി സരോജിനിയും ശനിയാഴ്ച മൂത്ത സഹോദരി ദേവകിയും മരണത്തിന് കീഴടങ്ങിയിരുന്നു. പ്രായാധിക്യവും ഒറ്റപ്പെടലും മൂലം ഇവർ ജീവനൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. അയൽവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് ഇവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ആരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. തങ്ങളുടെ സമ്പാദ്യങ്ങൾ ദേവസ്വത്തിന് നൽകണമെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയാണ് ഈ 3 ജീവിതങ്ങൾ യാത്രയായത്. കാലാവസ്ഥ. കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. ജില്ലാ KSRTCയിൽ ഒഴിവുള്ള ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്താൻ ജില്ലയിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നവർ SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കൂടാതെ 7 വർഷം മുൻപ് ലഭിച്ച LMV ലൈസൻസും 3 വർഷം മുൻപ് ലഭിച്ച പുതുക്കിയ ഹെവി ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. അപേക്ഷകർക്ക് കുറഞ്ഞത് 158 സെന്റിമീറ്റർ ഉയരവും 76 സെന്റിമീറ്റർ നെഞ്ചളവും ഉണ്ടാകണം. കണ്ടക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് പുതുക്കിയ കണ്ടക്ടർ ലൈസൻസ് നിർബന്ധമാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 11-നകം അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 233 1016 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,740 രൂപ, പവന് 1,09,920 രൂപ. പുതുക്കാട് വടക്കേത്തുറവ് കൊക്കാലി ജ്യോതി അന്തരിച്ചു. 49 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ഭർത്താവ് പോളി, സിസ്റ്റർ ജിപ്സി തെരേസ്, സിസ്റ്റർ പ്രിൻസി, ജിൽസി എന്നിവർ മക്കളാണ്. ചെങ്ങാലൂർ SN പുരം ചുള്ളിപ്പറമ്പിൽ ജാനകി അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭർത്താവ് വിജയൻ, ലോഹിതാക്ഷൻ, സതീശൻ, ഷീജ, ഷീന, ഷീബ, പരേതനായ ജയതിലകൻ എന്നിവർ മക്കളും. വസുമതി, ഹേമ, വിൽസൺ, ബാബു, മുകുന്ദൻ, പരേതരായ ജീജ എന്നിവർ മരുമക്കളുമാണ്. മുരുക്കുങ്ങൽ താഴത്തേക്കുടിയിൽ ഫിലോമിന അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭർത്താവ് പരേതനായ ജോസഫ്, ജോഫിൻ, ജിഷ, ജിത എന്നിവർ മക്കളും. ബ്ലസ്മി, സണ്ണി, ജിജോ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണുത്തി ഒല്ലൂക്കരയിൽ പ്രവർത്തിക്കുന്ന സത്യം ഐസ് ഫാക്ടറിയിൽ അമോണിയം വാതകം ചോർച്ച, ഒഴിവായത് വൻ ദുരന്തം.
കുറഞ്ഞും കൂടിയും സ്വർണ്ണവില. തിങ്കളാഴ്ച രാവിലത്തെ വിലയിൽ നിന്ന് 9,840 രൂപ കുറഞ്ഞ സ്വർണ്ണവില വൈകിട്ടോടെ തിരിച്ചുകയറി. തൃക്കൂർ പഞ്ചായത്തിൽ ഏതു സമയത്തും നിലം പൊത്താറായ വീട്ടിൽ വയോധികയുടെ ദുരിത ജീവിതം. PMAY പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും സുരക്ഷിതമായ ഒരു വീട് ഇവർക്ക് സ്വപ്നമായി അവശേഷിക്കുന്നു. വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് സമ്മേളനം കോടാലിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.